GS പ്രദീപിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. 3 മാപ്പപേക്ഷകളിലൂടെ തടവ് ശിക്ഷ 14 വർഷം മാത്രം ജയിലിൽ പൂർത്തിയാക്കേണ്ടി വന്ന വിനായക് ദാമോദർ സവർക്കർ അല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് ഈ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് സത്യത്തിൽ കോഴിക്കോടേക്ക് ഇന്ന് ഈ പരിപാടി ഞാൻ ഏറ്റെടുത്ത് വന്നത്. മാധ്യമത്തിനോടുള്ള അടുപ്പമുണ്ട്, എങ്കിലും ഈ ഒരൊറ്റ ചോദ്യം എന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചോദിക്കണം എന്നതുകൊണ്ട് മാത്രം വന്നതാണ്. നിങ്ങൾ ഈ ആളിനെ കണ്ടെത്താൻ ഞാൻ ഈ ആളുടെ ചിത്രം തരാം, ചിത്രം മാത്രം. യെസ് മോനെ ബാ. ത്രൈലോക്യനാഥ ചക്രവർത്തി, മഹാരാജ എന്ന വിളിപ്പേരുള്ള ഒരു മനുഷ്യൻ. രാജ്യമൊന്നുമില്ല, അയാളുടെ ധിഷണയാണ് അയാളെ മഹാരാജ എന്ന് വിളിപ്പിച്ചത് ആളുകളെ കൊണ്ട്. ഇയാളുടെ പേര് ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്നാണ്. ത്രൈലോക്യനാഥ് ചക്രവർത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ അപകടം എന്ന്. ഇയാളുടെ പേര് ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്നാണ്. ആരാണെന്നറിയോ? ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് 30 വർഷത്തിൽ പരം ജയിൽ ശിക്ഷ അനുഭവിച്ച ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്ന ഈ മനുഷ്യൻ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചത് VD സവർക്കർ അല്ല, മറ്റൊരാളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നതെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കുട്ടികളെ മിസ്ഇൻഫോർമേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും മിസ്ഇൻഫോർമേഷൻ കൊടുത്തത് GS പ്രദീപ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗുരുപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി, കാസർഗോഡുകാരനായ അധ്യാപകൻ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നാണ്. അതിന്റെ ഉത്തരം VD സവർക്കർ തന്നെയാണ്. കാരണം VD സവർക്കറിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചത്. ഒരു ജീവപര്യന്തം എന്ന് പറയുന്നത് 25 വർഷമാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് ഒന്നിച്ച് അനുഭവിക്കാൻ പറ്റില്ല എന്ന് ബോംബെ ഹൈക്കോടതി പ്രത്യേകം വിധിച്ചിട്ട് തുടർച്ചയായിട്ട് 2 ജീവപര്യന്തം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് 1911 അദ്ദേഹത്തെ അൻഡമാനിലേക്ക്, കാലാപാനിലേക്ക് അയക്കുന്നത്. അപ്പോൾ 50 വർഷം ശിക്ഷ ലഭിച്ച വ്യക്തിയെന്ന് നോക്കിയാൽ അത് VD സവർക്കർ തന്നെയാണ്. പക്ഷേ VD സവർക്കറിനെ പരിഹസിച്ചുകൊണ്ട് GS പ്രദീപ് പറഞ്ഞത് ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്ന് പറയുന്ന ഒരാളാണ് 30 വർഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിലിൽ കിടന്നതെന്നാണ്. സ്വാഭാവികമായിട്ടും മിസ്ഇൻഫോർമേഷൻ കൊടുക്കരുത് എന്ന് പറയുന്ന GS പ്രദീപ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കേൾക്കുന്ന എല്ലാവരും കരുതുന്നത് തുടർച്ചയായിട്ട് 30 വർഷം ത്രൈലോക്യനാഥ് ചക്രവർത്തി എന്ന് പറയുന്ന വ്യക്തി ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിലിൽ കഴിഞ്ഞു എന്നാണ്. അതാണ് ഈ മിസ്ഇൻഫോർമേഷൻ. കാരണം അയാൾ തുടർച്ചയായിട്ട് 30 വർഷം ജയിലിൽ കിടന്നിട്ടില്ല. ഒരാളെ പുകഴ്ത്തുന്നതിന് വേണ്ടി മറ്റൊരാളെ ഇകഴ്ത്തേണ്ട കാര്യമില്ല, ഒരാളെ ഇകഴ്ത്തുന്നതിന് വേണ്ടി മറ്റൊരാളെ പുകഴ്ത്തേണ്ട കാര്യമില്ല. സത്യം മാത്രം പറഞ്ഞാൽ മതി. 1889 ഇന്നത്തെ ബംഗ്ലാദേശിൽ ജനിച്ച ആളാണ് ത്രൈലോക്യനാഥ് ചക്രവർത്തി. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ബംഗ്ലാദേശിൽ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. 1908 അദ്ദേഹം ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത്. അത് 6 മാസത്തേക്കാണ്. അതിനുശേഷം 1914 അദ്ദേഹം മറ്റൊരു കേസിൽ അറസ്റ്റിലായി കാലാവനിലേക്ക്, ആൻഡമാനിലേക്ക് അയക്കപ്പെടുന്നുണ്ട്. 10 വർഷത്തെ തടവിനാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. അപ്പോൾ 1914 മുതൽ 24 വരെയാണ് അദ്ദേഹത്തിന് ആൻഡമാനിൽ ജയിൽ ശിക്ഷ കൊടുത്തിരുന്നത്. പക്ഷേ 1921 സവർക്കറെ ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റിയ അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തെയും ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. അതിനുശേഷം 1924 മുതൽ 28 വരെ ഇദ്ദേഹം മറ്റൊരു കേസിൽ വീണ്ടും ജയിലിലായി. 32 മുതൽ 38 വരെ ഇദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് 42 മുതൽ 46 വരെയും ജയിലിലായി. അങ്ങനെ 5 തവണയായിട്ട് അദ്ദേഹം 26 വർഷത്തോളം ബ്രിട്ടീഷ് ഭരണകാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ജയിലിലെ 30 വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് GS പ്രദീപ് പറയുന്നത് ഇദ്ദേഹം 30 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. പക്ഷെ അതിലെ അവസാനത്തെ 4-5 വർഷം എന്ന് പറയുന്നത് 1948 മുതൽ 54 വരെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഭരണകൂടം അദ്ദേഹത്തെ ഇവിടെ ജയിലിലിട്ടതാണ്. 1954 അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരികയും അവിടെ ബംഗ്ലാദേശിൽ MP ആവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നത് GS പ്രദീപ് ആണെന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനയെ കുറിച്ചായിരിക്കുമല്ലോ ഗുരുപ്രസാദ് എന്ന് പറഞ്ഞ അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതല്ല, ബംഗ്ലാദേശിൽ ജനിച്ച് ബംഗ്ലാദേശിൽ മരിച്ച ഒരാളെക്കുറിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ ഉള്ള അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട വന്നിട്ടില്ല സ്കൂളുകളിൽ. അത് കുട്ടികൾക്ക് അറിയുകയുമില്ല. നമ്മൾ ആകപ്പാടെ പഠിച്ചിട്ടുള്ള പാകിസ്ഥാനിൽ മരിച്ച
ഖാൻ അബ്ദുൽ കാഫർ ഖാൻ എന്ന് പറയുന്ന അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച് മാത്രമാണ്. ഈ GS പ്രദീപിന്റെ ഭാഷ്യം ശരിയാണെങ്കിൽ നമ്മൾ മുഹമ്മദ് അലി ജിന്നയെയും അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനയായിട്ട് അംഗീകരിക്കേണ്ടി വരും. അപ്പം നാളെ മലപ്പുറത്ത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു സ്തൂപം വേണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിമ വേണമെന്നോ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ സമരം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അപ്പോൾ ബംഗ്ലാദേശിൽ ജനിച്ച് മരിച്ച ഒരാളോ പാകിസ്ഥാനിൽ ജനിച്ച് മരിച്ച ഒരാളോ അൺഡിവൈഡഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയിൽ പങ്കെടുത്തു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ ഒരു അധ്യാപകന്? അപ്പോൾ അതുകൊണ്ട് ആരാണ് ശരിക്കും മിസ്ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്? GS പ്രദീപ് അല്ലേ? ഒരു ബുദ്ധിജീവി എത്രത്തോളം അറിവുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം പിന്തുടർന്നു കഴിഞ്ഞാൽ എത്രത്തോളം അടിമയായി പോകും എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണിത്. 1937 1911 ആൻഡമാൻ ജയിലിലേക്ക് പോയ സവർക്കർ 1921 ഇന്ത്യൻ ജയിലിലേക്ക് തിരിച്ചു വരുന്നത്. 1924 അദ്ദേഹത്തെ ഇന്ത്യൻ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നത്. രത്നഗിരി ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വീട്ടുതടങ്കലിന് സമാനമായിട്ടുള്ള ഒരു ശിക്ഷ. അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രനായി രത്നഗിരി ജില്ലയ്ക്ക് പുറത്തു പോകുന്നത് 1937 അന്ന് ബോംബെയിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഈ GS പ്രദീപിന്റെ താത്വികാചാര്യരായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MN റോയിയാണ്. MN റോയി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു സവർക്കറെ സ്വീകരിക്കാനുള്ള അവസരം എനിക്ക് വേണമെന്ന്. അങ്ങനെ വിപ്ലവകാരികൾ ബഹുമാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ നേതാക്കന്മാരെ ബഹുമാനിച്ച ഒരു സവർക്കറെയാണ് ഇന്നത്തെ ബുദ്ധിജീവി വയറ്റിപ്പിഴപ്പിന് വേണ്ടി പരിഹസിക്കുന്നത്.